ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം സത്യോപനിഷത്ത് 7. പഞ്ചകോശങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്നിവയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവ ആത്മാവിനെ ആവരണം ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ആത്മാനന്ദത്തിന് തടസ്സമാണോ? പ്രപഞ്ചം പഞ്ചഭൂജ നിർമ്മിതം. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. മനുഷ്യൻ ഈ പഞ്ചഭൂതങ്ങളുടെയും ചിത്തവൃത്തിയുടെയും ഉൽപ്പന്നമാണ്. രാഗം, ദ്വേഷം, ഭയം ഇവ ആകാശത്തിൽ നിന്നും ഉണ്ടാകുന്നു. ശ്വാസോച്ഛ്വാസ പ്രക്രിയ, ശരീരചലനം തുടങ്ങിയവയ്ക്ക് കാരണം വായു. വിശപ്പ്, ദാഹം, ഉറക്കം എന്നിവ അഗ്നിയുടെ ഫലമാണ്. കഫം, രസം, പിത്തരസം, മൂത്രം തുടങ്ങിയവ ജലത്തിൽ നിന്നും ഉണ്ടാകുന്നു. ത്വക്ക്, പേശികൾ, അസ്ഥികൾ, നഖം, മുടി, നാഡിഞരമ്പുകൾ എന്നിവ പൃഥ്വിയിൽ നിന്നും. ഈ പഞ്ചഭൂതം എല്ലാവരിലും ഉണ്ട്. ഈ വിധമുള്ള സമത്വ വീക്ഷണം, ദിവ്യമായ ഉൾക്കൊള്ളൽ ആണ് വേണ്ടത്. അപ്പോൾ തമ്മിൽ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല. ആരെയും ഉയർന്നതായി താഴ്ന്നതായി പരിഗണിക്കാനും കഴിയില്ല. മനുഷ്യ ശരീരത്തിൽ പഞ്ചകോശങ്ങളുണ്ട്. അവ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നിവയാണ്. ഓരോ കോശവും മറ്റൊന്നിനെ മൂടുന്നു. നെന്മണി കണ്ടിട്ടില്ലേ? വിത്ത് തവിടിനകത്ത് പൊതിഞ്ഞിരിക്കുന്നു. അതിനു മുകളിൽ തോട്, പുളിങ്കുരുവിനെ പൊതിഞ്ഞ് അതിന്റെ മാംസള ഭാഗമുണ്ട്. മനുഷ്യ ശിശു മാതൃഗർഭത്തിനകത്തെ കോശത്തിലാണ്. അന്നമയ കോശം പ്രാണമയ കോശത്തെ ആവരണം ചെയ്യുന്നു. അത് മനോമയ കോശത്തെ ആവരണം ചെയ്യുന്നു. മനോമയ കോശം വിജ്ഞാനമയ കോശത്തെയും ആനന്ദമയ കോശത്തെ വിജ്ഞാനമയ കോശവും പൊതിഞ്ഞിരിക്കുന്നു. അന്നമയ കോശം നിങ്ങൾ ആഹരിച്ച ആഹാരത്തിന്റെ ഉൽപ്പന്നം. ശരീരം അന്നമയ കോശമാണ്. കഴിച്ച ആഹാരത്തിന് അനുസൃതമായ പ്രവണതകൾ അത് നിങ്ങളിൽ ഉണ്ടാക്കും. പ്രാണമയ കോശം കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണങ്ങളും പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ചേർന്നതാണ്. അടുത്തത് മനോമയ കോശം. ഇത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സുകൊണ്ടും നിർമ്മിതം. 4-മത്തേത് വിജ്ഞാനമയ കോശം, അതായത് അറിവിന്റെ കോശം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയെക്കുറിച്ചുള്ള ജ്ഞാനം ഇവ ചേരുന്നത് ബുദ്ധി. ഏറ്റവും ആന്തരികമായിട്ടുള്ളത് ആനന്ദമയ കോശമാണ്. ഈ അവസ്ഥ അനുഭവിക്കണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ ഇതേവരെ മനസ്സിലാക്കിയതെല്ലാം പരിശീലിക്കണം. അപ്പോൾ സമത്വം, ഏകത എന്നിവയുടെ തത്വം ഗ്രഹിക്കാനാകും. ദിവ്യത അനുഭവിക്കാൻ കഴിയും. ഇത് ആരോടും വിദ്വേഷമില്ലാത്ത മനോനിലയിലേക്ക് നിങ്ങൾ നയിക്കും. അദ്വേഷ്ട സർവഭൂതാന. ആത്മാവിന് ഇത്രയും കോശങ്ങളാണുള്ളത്. ആത്മസാക്ഷാത്കാരത്തിനും അറിയാനും എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത്. ഇത്തരം അവബോധത്തിനായി ആത്മവിചാരം വളരെ അത്യാവശ്യം. തീവ്രവും അഗാധവുമായ ആഗ്രഹം ആത്മസാക്ഷാത്കാരത്തിന് കൂടിയേ തീരൂ. ഫലത്തിൽ വിത്ത് എന്ന പോലെ, വൈദ്യുത വയറിൽ കമ്പി എന്ന പോലെ, പാലിൽ വെണ്ണ എന്ന പോലെ, കരിമ്പിൽ മധുരം പോലെ, എള്ളിൽ എണ്ണ പോലെ, വിറകിൽ അഗ്നി പോലെ, പഞ്ചകോശങ്ങളാൽ, പഞ്ചേന്ദ്രിയങ്ങളാൽ, പഞ്ചപ്രാണങ്ങളാൽ ആത്മാവ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു സാധനാമാർഗം ദയവായി അരുളുമോ? ജന്തൂനാം നരജന്മ ദുർലഭം. മനുഷ്യജീവിതമാണ് ഏറ്റവും വിലയേറിയത്. അതുകൊണ്ട് അതറിഞ്ഞ് നല്ല ബോധത്തോടെ വേണം ജീവിതം നയിക്കുവാൻ. ഉദാഹരണത്തിന്, ഊണ് കഴിക്കാനായി നിങ്ങൾ അടുക്കളയിൽ ദാൽ ഉണ്ടാക്കുന്നു. അതിൽ കൂടുതൽ ഉപ്പിട്ടാൽ ദാലിന് അതിന്റെ സ്വാദ് നഷ്ടപ്പെടും. അത് പിന്നെ കഴിക്കാൻ കൊള്ളില്ല. നീണ്ട ജീവിതം സ്വാദുള്ളതായിരിക്കണ്ടേ? മൂല്യങ്ങൾ ഉൾക്കൊണ്ട് സ്വാദുള്ള ജീവിതം നയിക്കണം. നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്നു. ബസ് താമസിക്കുന്നു. നിങ്ങളുടെ ക്ഷമ നശിക്കും. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, എന്തു ഡ്രൈവർ, ഒരു ഉത്തരവാദിത്വവുമില്ല. കണ്ടക്ടർമാർ ജോലി ശരിയായി ചെയ്യുന്നില്ല. ഗതാഗത വകുപ്പ് പ്രാപ്തിയില്ലാത്തതാണ്. സർക്കാർ അനീതി കാട്ടുന്നു. ബസ് ജീവനില്ലാത്തത്, അത് യാത്ര ചെയ്യാനുള്ള ഉപകരണം മാത്രം. മനുഷ്യനാകട്ടെ ബോധസ്വരൂപം. അവൻ ബുദ്ധിമാനും പ്രവർത്തനശീലനുമാണ്. മനുഷ്യൻ മൂല്യങ്ങൾ മറന്നു ജീവിച്ചാൽ സമൂഹം അവനെ കുറ്റപ്പെടുത്തും. മനുഷ്യനിൽ 85% ദൈവിക ഭാവമുണ്ട്. ജന്തുക്കളിൽ 15%. മാവനവന് മാത്രമേ തന്റെ ദിവ്യത അറിയാനും അനുഭവിക്കാനുമാകൂ. ഒരു കല്ല് മുകളിൽ നിന്നിട്ടാൽ അദൃശ്യമായ ആകർഷണ ശക്തിയാൽ അത് താഴെ വീഴുന്നു. അതുപോലെ അദൃശ്യമായ മൂല്യങ്ങളും ധർമ്മങ്ങളും മനുഷ്യന് നയിക്കണം.
ഇതിനായി ഉറച്ച തീരുമാനം വേണം. മറ്റൊരു ഉദാഹരണം, യന്ത്രം ഉപയോഗിച്ചില്ലെങ്കിൽ പൊടി പിടിക്കും, തുരുമ്പെടുക്കും. മനുഷ്യ ശരീരവും വേണ്ടവിധം ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ. പൊടി പിടിച്ചത് കൊണ്ടാണ് യന്ത്രം തുരുമ്പിച്ചതും പ്രവർത്തനരഹിതമായതും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദുശ്ചിന്തകളാകുന്ന പൊടിപടലങ്ങൾ നിങ്ങളിൽ പ്രവേശിക്കരുത്. അത് നിങ്ങളുടെ വിശ്വാസത്തെ ഇളക്കും. നിങ്ങളുടെ മനസ്സ് ഈശ്വരന്റെ പണിശാലയിൽ എത്തിക്കൂ. അപ്പോൾ നിങ്ങൾ ഉത്തമനാകും. സദാ മാനവ മൂല്യങ്ങൾ ശീലിക്കണം. മനസ്സിൽ അഹം പുലർത്തിക്കൊണ്ട് ഒരു ആധ്യാത്മിക സാധനയും ശീലിക്കാനാവില്ല. നിങ്ങൾ ചെയ്യുന്ന സാധനകളെല്ലാം അഹംബോധത്തിലാണെങ്കിൽ പുരോഗതി ഉണ്ടാവില്ല. ദേഹോസ്മി, ഞാൻ ദേഹമാണ് എന്ന ഭാവത്തോടെ ചിലർ സാധനകൾ ചെയ്യുന്നു. അതൊരിക്കലും ഈശ്വരനിൽ എത്തിക്കുകയില്ല. രാവണൻ, കംസൻ, ഭസ്മാസുരൻ എന്നിവർ ഈ വിഭാഗത്തിൽപ്പെടും. ചിലർ അവരുടെ വിശ്വാസവും മതവും മാറിയാൽ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മതമല്ല, മതിയാണ് മാറേണ്ടത്. നിങ്ങൾ പ്രേമസ്വരൂപനാണ്. അത് വെറുമൊരു പ്രേമ പ്രകടനക്കാരനാകരുത്. ഒരേ ദിവ്യത തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും എന്ന് അറിയുക, അനുഭവിക്കുക. അതാണ് യഥാർത്ഥ പ്രേമം. പൈക്കളെ മേയ്ക്കുവാനായി കണ്ണൻ യശോദയോട് അനുവാദം തേടി. യശോദ പറഞ്ഞു, കണ്ണാ, വനത്തിലേക്കുള്ള വഴികൾ മുഴുവനും കല്ലും മുള്ളും നിറഞ്ഞതാണ്. നാളെ പോയാൽ മതി. ഞാൻ അപ്പോഴേക്കും പാദരക്ഷ ഉണ്ടാക്കി തരാം. കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് പാദരക്ഷ വേണമോ? പശുക്കൾക്ക് പാദരക്ഷ ഒന്നുമില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്തിന്? യശോദ പറഞ്ഞു, നോക്കു കണ്ണാ, അവ മൃഗങ്ങളല്ലേ, നമ്മൾ മനുഷ്യരും, നമുക്കത് ആവശ്യമാണ്. കൃഷ്ണൻ അമ്മയെ തിരുത്തി. അമ്മേ, പശുക്കൾ വെറും മൃഗങ്ങൾ എന്നാണോ കരുതുന്നത്? അവയ്ക്കുള്ള അത്ര കൃതജ്ഞത നമുക്കുണ്ടോ? അവ പുല്ല് തിന്നുന്നു, പാൽ നൽകുന്നു. ചെറിയൊരു അനക്കം കേട്ടാൽ അവ ഓടി എൻ്റെ അരികിലെത്തുന്നു. കിടാങ്ങൾ പാലുകുടി നിർത്തിപ്പോലും എൻ്റെ അരികിൽ വരുന്നു. അവർ നിസ്സാര ജീവികളല്ല. അവരുടെ മരണശേഷം തുകൽ പോലും നമുക്ക് ഉപയോഗപ്രദം. ഗോക്കൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകം. ശ്രേഷ്ഠമായ ഗുണങ്ങൾ സാധകരിൽ അത്യാവശ്യം വേണ്ടതാണ്. കൃഷി ചെയ്യുന്നതിനായി നിലമുഴുന്നു, കള പറിക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു, വെള്ളവും വളവും ചേർക്കുന്നു. മനുഷ്യഹൃദയവും വയലിന് സമം. അത് ഉഴുത് പ്രേമജലമൊഴിക്കണം. ആത്മാന്വേഷണം കൊണ്ടാണ് മനുഷ്യഹൃദയം ഉഴേണ്ടത്. അനുസരണയാകുന്ന വേലി അതിനു ചുറ്റും ഉയർത്തണം. ദുർഗുണങ്ങളാകുന്ന കളകൾ പൂർണ്ണമായും പറിച്ചെറിയുക. അപ്പോൾ നിങ്ങൾക്ക് ആനന്ദമാകുന്ന കൃഷി ഇറക്കാം. ഫലഭൂയിഷ്ടമായ ഒരു തുണ്ട് ഭൂമി ധാരാളം. എന്തിന് തരിശായ ഏക്കർ കണക്കിന് സ്ഥലം? മറ്റൊരു ഉദാഹരണം, ഓറഞ്ച്. ചവർപ്പുള്ള പുറന്തോട് അതിൻ്റെ അല്ലികൾക്ക് ചുറ്റുമുണ്ട്. അകത്ത് കട്ടിയുള്ള വിത്തുകളും. പൊങ്ങച്ചവും അഹങ്കാരവുമാണ് ചവർപ്പുള്ള പുറന്തോട്. ദുശ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും വിത്തുകൾ. അല്ലികൾക്കിടയിൽ നനുത്ത വെളുത്ത നാരുകൾ കാണാം. അതാണ് സംഘം. മധുരമുള്ള ഓറഞ്ച് നീര് ആവശ്യമെങ്കിൽ ചവർപ്പുള്ള പുറന്തോടും കട്ടിയുള്ള കുരുക്കളും നനുത്ത നാരുകളും കളയണം. മധുരമുള്ള ആ നീരാകുന്നു പ്രേമം, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അതാണ് സത്ത, രസോ വൈ സ. വൈദ്യുതി ഒഴുകുവാൻ പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ ആവശ്യം. നെഗറ്റീവ് വളരെ ശക്തമായിരിക്കാം. പോസിറ്റീവ് വയറുമായി ചേർന്നില്ലെങ്കിൽ അത് ശക്തിഹീനം. ബൾബും ഫാനും വളരെ നല്ലതായിരിക്കാം. വൈദ്യുതി ഇല്ലെങ്കിൽ നിഷ്പ്രയോജനം. വൈദ്യുതി പോസിറ്റീവ്, ദിവ്യതയും പോസിറ്റീവ്. ബൾബും ഫാനും നെഗറ്റീവ്. ഇക്കാണുന്ന സമസ്ത നാമരൂപങ്ങളും നെഗറ്റീവ്. ബുദ്ധിമുട്ടുകൾ, വേദന, നിന്ദ, നഷ്ടം തുടങ്ങിയവ നിങ്ങളെ ശുദ്ധീകരിക്കും, പുരോഗതിയിലേക്ക് നയിക്കും, വിശ്വാസം വളർത്തും, ആധ്യാത്മികതയുടെ ഉന്നതിയിലേക്ക് ഉയർത്തും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുക, സാധന അനുഷ്ഠിക്കുക, നിങ്ങളുടെ അനുഭവങ്ങളെ മാത്രം പിന്തുടരുക, വിശ്വാസം പരിപോഷിപ്പിക്കുക. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് ശ്വസിക്കാനാകുമോ? അതുപോലെയാണ് വിശ്വാസം. സ്വന്തം കണ്ണുകൾ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ, ശരിയല്ലേ? മറ്റൊരാളുടെ കണ്ണുകൾ സുന്ദരവും ദീപ്തവുമാകാം, പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സ്വന്തം കാലിൽ തന്നെ നിൽക്കണം, മറ്റൊരാളുടെ ഉറപ്പിലാകരുത്. ഓം തത് സത്ത്.